ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ OTT ചാകരയാണ്. ഇഷ്ടം പോലെ റിലീസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് റിലീസുകൾ വരുന്നതെന്നല്ല, എന്നാൽ തന്നെ എല്ലാം റിലീസ് ആയിട്ടുണ്ട് ഏകദേശം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട റിലീസുകളായിട്ടുള്ള തുടരും, മോഹൻലാലിന്റെ ലാലേട്ടന്റെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയായ തുടരും, പിന്നെ അതുപോലെ തന്നെ ഹിറ്റ് 3, റെട്രോ, അങ്ങനെ പല പല സിനിമകളും OTT നിറഞ്ഞാടുകയാണ്. അപ്പം ആ സിനിമകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല സിനിമ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ കാത്തിരിക്കുന്ന സിനിമ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത് ഹിറ്റ് 3 ആണ്. കാരണം അതൊന്നുകൂടെ കണ്ടാലും കുഴപ്പമില്ലെന്നുള്ള സിനിമയാണ്. കാരണം തുടർന്ന് പറഞ്ഞ സിനിമ ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടു. ഹിറ്റ് 3 ഒരു പ്രാവശ്യം കണ്ടു, ഞാൻ തുടർന്ന് പറഞ്ഞ സിനിമ 2-3 പ്രാവശ്യം കാണും. കാരണം ഹിറ്റ് 3 ഒരു പ്രാവശ്യം കാണേണ്ട അല്ലെങ്കിൽ 2 പ്രാവശ്യം കാണേണ്ടത് കൊണ്ട്. പക്ഷെ തുടരും അങ്ങനെയല്ല. തുടരും എന്ന് പറഞ്ഞ സിനിമ എത്ര തവണ വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം. കാരണം ഹിറ്റ് 3 എനിക്ക് ഒന്നുകൂടെ കാണണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹിറ്റ് 3 ആദ്യം കാണുന്നുണ്ട്. അല്ലാതെ തുടരും എന്ന് പറഞ്ഞ സിനിമയെക്കാളും മുകളിലല്ല ഹിറ്റ് 3 കാണുന്നുണ്ട്. തുടരും എന്ന സിനിമ ഞാൻ രണ്ട് തവണ കണ്ടതാണ്. അപ്പം ഒന്നുകൂടെ കാണണമെന്നുണ്ട്. അത് ഞാൻ കാണും. ഹിറ്റ് 3 കണ്ടതിന് ശേഷം ഞാൻ തുടരും എന്ന് പറഞ്ഞ സിനിമ 2-3 പ്രാവശ്യം കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ റെട്രോ എനിക്ക് അത്ര കാണാൻ താല്പര്യം തോന്നുന്ന സിനിമയല്ല. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമ, അതിന്റെ ഇത് ഇറങ്ങി എന്ന് പറയുന്നത് കേട്ടു. അത് ഇറങ്ങിയെങ്കിൽ എനിക്ക് കാണണം. ഞാൻ അതിൽ ഒരു പ്രാവശ്യം കണ്ടതാണ്. ഇത് മോശം സിനിമ, അടിപൊളി സിനിമയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ കാണണമെന്നുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ളത് 3 പ്രാവശ്യമെങ്കിലും ഞാൻ ഉറപ്പായിട്ടും കാണുമെന്ന് ഉറപ്പുള്ളത് തുടർന്ന് സിനിമ തന്നെയാണ്. പിന്നെ ഹിറ്റ് 3 ആയിരിക്കും ഞാൻ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത്. ഹിറ്റ് 3 കാണണം. അത് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ സാധിച്ചില്ല. കാരണം ആദ്യത്തെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിന്റെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് എനിക്ക് ഹിറ്റ് 3 ആദ്യം കാണണമെന്ന് ആഗ്രഹമുള്ളത് അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ തുടർന്ന് പറഞ്ഞ സിനിമയെക്കാളും മുകളിൽ ഞാൻ ഹിറ്റ് 3 കാണുന്നത് കൊണ്ടല്ല ഹിറ്റ് 3 എനിക്ക് ആദ്യം കാണാൻ പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പൊ കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര മഴയാണ്. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം ഒടിഞ്ഞ് വീഴുന്നു, കറണ്ട് ഇല്ലാതിരിക്കുന്നു, അങ്ങനെയൊക്കെ പല അവസ്ഥകളുണ്ട്. എല്ലാവരും സൂക്ഷിച്ചൊക്കെ വെളിയിലൊക്കെ ഇറങ്ങി നടക്കണം. പിന്നെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊന്നും ഒറ്റയ്ക്കും പോയി നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ അവസാനം മിന്നലും മറ്റേ ബാക്കിയുള്ള കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് പോയി. പിന്നെ നമ്മൾ സിനിമാ വിശേഷങ്ങളൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളെ ഫാമിലി അടുത്ത് നമ്മൾ കുറച്ച് സംസാരിക്കണം. യൂട്യൂബ് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെമ്പേഴ്സ് എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ മാത്രമല്ല, ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും നമ്മുടെ ഫാമിലി തന്നെയാണ്. അപ്പം അവർക്ക് എല്ലായിടത്തും പറയാനുള്ളത്, ഈ മഴയത്തൊക്കെ വെളിയിൽ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് തന്നെ നടക്കണം. മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴും. നമ്മളൊരു മരത്തിന്റെ മൂട്ടിലൊന്നും കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിടരുത്. മരം വന്ന് വീണ് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. വലിയ വലിയ മരങ്ങളാണെങ്കിൽ അപകടത്തിന്റെ ആഴ്ച കൂടും. അതുപോലെ തന്നെ അപകടങ്ങൾ കൂടും, നമ്മുടെ കുടുംബത്തിന് പോകും. അത്രേ ഉള്ളൂ. അപ്പം സൂക്ഷിച്ചൊക്കെ പോവുക. പിന്നെ കുറെ വിശേഷങ്ങളുണ്ട് സംസാരിക്കാൻ വേണ്ടി. മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമ ഷൂട്ടിംഗ് ഏകദേശം അവസാനിച്ചു എന്ന് അറിയാൻ സാധിച്ചു. ഹൃദയപൂർവ്വത്തില് മോഹൻലാല് ഒരു പ്രതിരോഗിയായിട്ടാണ് വന്നിരിക്കുന്നത് അറിയാൻ സാധിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഹൃദയപൂർവ്വം എന്നുള്ള സിനിമയ്ക്ക് പേര് വരുന്നത് കാരണം എന്നും പറഞ്ഞു. പിന്നെ സത്യനന്ദിക്കാടിന്റെ സാധാരണ ഒരു സിനിമയല്ല ഹൃദയപൂർവ്വം എന്ന് ലാലേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് സത്യനന്ദിക്കാട് സിനിമയുടെ ഫാക്ടേഴ്സ് നമുക്ക് അധികം പ്രതീക്ഷിക്കേണ്ട. സിനിമ പ്രതീക്ഷിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ നമുക്ക് പ്രതീക്ഷ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ലാലേട്ടന്റെ ലുക്കല്ല നമ്മൾ നോക്കുന്നത്, സിനിമയാണ് നോക്കുന്നത്. ലുക്ക് ഏത് രീതിയിൽ വന്നു പറഞ്ഞിട്ടും കാര്യമില്ല. സിനിമ നന്നായാൽ സിനിമ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ അപ്ഡേറ്റ്സ് നമ്മൾ കുറച്ച് ദിവസം ചെയ്യുന്നില്ല. കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ സിനിമകളുടെ അപ്ഡേറ്റ്സ് ഒന്നും വെളി വരുന്നില്ല. എം എന്ന് പറയുന്ന സിനിമ, അതായത് മഹേഷ് നാരായണന്റെ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കും. ഇന്ന് ആരംഭിക്കും, നാളെ ആരംഭിക്കും, ഈ മാസം അവസാനം തുടർന്ന് മമ്മൂട്ടി ജോയിൻ ചെയ്യും എന്നൊക്കെ പറയുന്നുള്ളതല്ലാതെ മമ്മൂട്ടിയെ കിട്ടുന്ന ഒരു അറിവുമില്ല. പിന്നെ നിങ്ങൾ OTT കാണുമ്പോഴത്തേക്കും തുടരും എന്ന് പറഞ്ഞ സിനിമ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അത് അടിപൊളി സിനിമയാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ സിനിമ നിങ്ങൾ ഒന്നുകൂടെ കാണാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞ സിനിമ ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നല്ല സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടരും കാണണം. അതിൻ്റെ കൂടെ നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലി, അതിനൊരു പ്രിഫറൻസ് കൊടുക്കണം. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണണം. അത്രയും നല്ല രീതിയിൽ സിനിമ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ പിന്നെ വേറെന്തൊക്കെയാണ് സംസാരിക്കാനുള്ളത്? സിനിമാ സംസാരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞത്. പിന്നെ ഈ ആഴ്ച വലിയ റിലീസുകളൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇറങ്ങിയ സിനിമകളിൽ കുറച്ചൊക്കെ ഇതായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഒരു ഹിറ്റ് എന്ന് പറഞ്ഞില്ല. ഈ പടക്കളം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഒന്ന് തിയേറ്ററിൽ കണ്ടാൽ നല്ല ഒരു അനുഭവമായിരിക്കും. അത് പ്രത്യേക മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് OTT വന്നു ഒരുക്കുന്നവരുണ്ട്, സൃഷ്ടിക്കാനുള്ളതൊക്കെ കൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഒരു ക്രൗഡിന്റെ കൂടെ കാണേണ്ട ഒരു ഫീലൊന്നും വരില്ല. എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായം മാത്രമാണ്. ഇതൊക്കെ നമ്മൾ സിനിമയെ കുറിച്ച് സംസാരിച്ച് പോകുന്നതിന്റെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചൊക്കെ കാര്യങ്ങൾ പാണ്ടിക്കാട് കുഞ്ഞൻ അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ലേശം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതൊക്കെ
കറക്റ്റായിട്ട് ഫ്രോഡ് തരമാണെന്നുള്ള കാര്യം. കാരണം പുള്ളി എടുക്കുന്ന രീതി അതൊക്കെ ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല, എല്ലാം വെളിയിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മൾ അതിനെക്കുറിച്ച് വലിയ വീഡിയോ ഒന്നും ചെയ്യാത്തത്, ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ചെയ്യുന്ന സബ്ജക്റ്റൊക്കെ തന്നെയാണ്. എങ്കിലും ചെയ്ത വീഡിയോ തന്നെ വീണ്ടും വേണ്ടി ചെയ്ത മടുപ്പാണ്. കാരണം ഞാൻ ചെയ്തില്ല, എന്നാലും കുറെ ആൾക്കാർ എല്ലാ ചാനലുകളിലും വന്ന് പറഞ്ഞ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒഴിവാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് ചെയ്താൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ ഇഷ്ടമാണല്ലോ നമ്മൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ ഇടാം. ചീത്ത വിളി ഒന്ന് കുറച്ചാൽ വലിയ ഉപകാരം. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെറുതായിട്ട് അമർത്തിയാൽ അതും വലിയ ഉപകാരം. അപ്പോൾ ഓക്കെ, നല്ല മഴയാണ്. തുണിക്കോശി കിടന്ന് ഉറങ്ങാൻ ജോലിക്ക് പോകുന്നവർക്ക് നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പ്രാവശ്യം സാല കപ്പ് നമ്മൾ തന്നെ ഫൈനലിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ പഞ്ചാബിനെ തോപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരമായിട്ട്, അതായത് ഒരു പ്രതിസന്ധി ഇല്ലാതെയാണ് ബാംഗ്ലൂർ നമ്മുടെ പഞ്ചാബിനെ തോൽപ്പിച്ചത്. കാരണം വെറും 100 സംതിങ് റൺസിന് ഓൾ ഔട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ നാണക്കേടിലോട്ടാണ് പഞ്ചാബിനെ തള്ളിവിട്ടിരിക്കുന്നത്. അപ്പം പഞ്ചാബ് ചിലപ്പോൾ ഇനി തോൽപ്പിക്കാൻ പോകുന്നത് ചിലപ്പോൾ മുംബൈ ആയിരിക്കും. മുംബൈയെ പഞ്ചാബിൽ സുഖമായിട്ട് തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ ബാംഗ്ലൂർ കുറച്ച് കടുപ്പം, കാരണം അത് ബോളിംഗ് കയറി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചാബും ബാംഗ്ലൂരും തന്നെ ആയിരിക്കും മിക്കവാറും ഫൈനലിൽ വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂർ സുഖമായിട്ട് ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ പഞ്ചാബിന്റെ കുറച്ച് കാണേണ്ട ബാറ്റ്സ്മാൻമാർക്ക് പക്ക ബാറ്റ്സ്മാൻമാരുണ്ട്. എന്തോ പതറിപ്പോയി ഒന്ന് കളി കളിക്കുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം പതറും. പക്ഷെ പിടിച്ച് കയറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ കുറച്ച് കാണണ്ട. അതിന്റെ കാര്യം കൂടെ പറയാൻ പറ്റും. ഓക്കെ, മതി.